മൃതദേഹങ്ങൾ 3 മണിയോടുകൂടി ഇവിടെ എത്തിക്കും, പുത്തുമലയിൽ എത്തിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രാദേശിക പഞ്ചായത്ത് അംഗങ്ങളെയൊക്കെ സർക്കാരിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 30 മൃതദേഹങ്ങളാണുള്ളത്. അത് സംസ്കരിക്കാനുള്ള കുഴി ഇന്നലെ തന്നെ എടുത്തിരുന്നു. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മൃതദേഹ അവശിഷ്ടങ്ങൾ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളായി കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയുള്ള കുഴിയാണ് എടുക്കുന്നത്. അത് വളരെ ചെറിയ കുഴി, ഒരു 4 അടിയോളം വീതിയും 10 അടിയിലധികം താഴ്ചയുമുള്ള കുഴികളാണ് എടുക്കുന്നത്. 100-ലധികം കുഴികൾ, 150-ലധികം കുഴികൾ വേണ്ടിവരും എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ജോലികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സന്നദ്ധ പ്രവർത്തകരൊക്കെ സഹായവുമായി ഇവിടെയുണ്ട്. ഇന്നലെയാണ് ഈ പുത്തുമലയിൽ 8 പേരെ സംസ്കരിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഒറ്റ രാത്രി കൊണ്ട് ജീവൻ മാത്രമല്ല, മേൽവിലാസം വരെ ഇല്ലാണ്ടായി പോയ 8 പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ച ഇടമാണ് ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് നമ്പർ കാണാം. അത് DNA പരിശോധനയ്ക്കായി അയച്ചതിന്റെ രേഖകളാണ്. DNA പരിശോധനാ ഫലം വരുമ്പോൾ ഈ ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അവരുടെ ബന്ധുക്കൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ അവസാനമായി അടക്കിയിരിക്കുന്ന സ്ഥലത്ത് സന്ദർശനം നടത്തി അവർക്ക് പ്രാർത്ഥന ചെയ്യുകയോ അല്ലെങ്കിൽ ഓർമ്മ പുതുക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ചെയ്തു നൽകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ ശരീരാവയവങ്ങളും ഇതേ രീതിയിൽ, അതായത് നമ്പർ വെച്ച് ആയിരിക്കും അടക്കുക. കാരണം ഇതിന്റെ DNA പരിശോധനാ ഫലം വരുമ്പോഴും ആളുകൾക്ക് അവരെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അല്പസമയം മുമ്പ് വളരെ സങ്കടകരമായ ഒരു കാഴ്ച ഇവിടെ കണ്ടത്. നമുക്ക് ദൃശ്യങ്ങളിൽ പകർത്താൻ വേണ്ടി കഴിഞ്ഞില്ല. കാരണം അത്രമേൽ വൈകാരികമായിരുന്നു. ഒരു 10-70 വയസ്സുള്ള ഒരാൾ വന്ന് ഇവിടെ പൂവിട്ട് അല്ലെങ്കിൽ അതിന് തൊഴുത് പോകുന്ന ഒരു ദയനീയമായ കാഴ്ച. പുള്ളിയുടെ ബന്ധുക്കളടക്കം ധാരാളം ആളുകളാണ് മരിച്ചത്. ഇപ്പോഴും അദ്ദേഹം പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവർ എപ്പോഴെങ്കിലും തിരിച്ചു വരും. പക്ഷെ നമുക്ക് യാഥാർത്ഥ്യം അറിയാം, ഈ ദുരന്തത്തിൽപ്പെട്ട ഉരുൾപൊട്ടലിൽപ്പെട്ട ആരും ഇനി കാണാൻ മറയത്തുള്ള ആരും ജീവനോടെ തിരിച്ചു വരില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അപ്പോഴും അവരുടെ പ്രിയപ്പെട്ടവരായതുകൊണ്ട് അവരിപ്പോഴും പ്രതീക്ഷിക്കുന്നു എപ്പോഴെങ്കിലും അവർ തിരിച്ചു വരും എന്നുള്ളത്. എന്തായാലും 3 മണിയോടുകൂടി മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. പുത്തുമലയ്ക്ക് ഒരു ദുരന്തത്തിന്റെ ചരിത്രം കൂടിയുണ്ടെന്ന് ദൂരെ കാണുന്ന മലയിൽ നിന്ന് 5 വർഷം മുൻപാണ് വലിയ ഉരുൾ പൊട്ടി ഒഴിച്ചു വന്നതെന്ന് 19 ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും ഇപ്പോഴും 4-5 ആളുകളുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനും ഒക്കെയുണ്ട്. ആ പുത്തുമലയിലെ ഉരുൾ പൊട്ടി ഒലിച്ചു വന്ന സ്ഥലത്താണിപ്പോൾ മറ്റൊരു ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായി. ജീവൻ മാത്രമല്ല, അഡ്രസ് വരെ നഷ്ടപ്പെട്ടു പോയ, മുഖം നഷ്ടപ്പെട്ടു പോയ 200-ഓളം ആളുകൾക്ക് അന്ത്യവിശ്രമം ഒരുക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ്